പക്ഷെ പഠിച്ചതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ പഠിച്ചതെല്ലാം ബേസ് ചെയ്ത റിവിഷൻ ഇതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രൊബേഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് 773 604 91 11 എന്ന് പറയുന്ന ഫോൺ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് പഠിച്ചവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു എക്സാം കൂടിയാണ്. ശരിക്കും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു സോഷ്യൽ വർക്ക്, സോഷ്യോളജി. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ 577/2023 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രൊബേഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യോഗ്യതയെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല, കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ PSCയുടെ സൈറ്റിൽ 577/2023 പ്രകാരം പ്രൊബേഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് അപേക്ഷിക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്, എന്താണ് ജോലിയുടെ സാധ്യത, സ്ട്രക്ചർ, സാലറി സ്കെയില് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എൻട്രിയിൽ പ്രൊബേഷൻ ഓഫീസറിൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്യുവാൻ പോവുകയാണ്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് 773 604 91 11 എന്ന് പറയുന്ന ഫോൺ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻസിൽ നൽകിയിരിക്കുന്ന ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതായത് നമ്മൾ 120 ദിവസം കൊണ്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ്, വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ സ്റ്റഡി നോട്ട്സും അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും സ്റ്റഡി നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോക്ക് എക്സാംസ്, ഓരോ ടോപ്പിക്കിൻ്റെ മോക്ക് എക്സാംസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒപ്പം തന്നെ ലൈവ് എക്സാം, നമ്മളൊരു പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ എക്സാം എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് ആ രീതിയിൽ തന്നെ ലൈവ് എക്സാംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള PYQ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷൻ പാക്കും ഉണ്ട്. എന്താണ് റിവിഷൻ പാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നമ്മൾ പഠിച്ചു പോകുന്നു. പക്ഷെ പഠിച്ചതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ പഠിച്ചതെല്ലാം ബേസ് ചെയ്ത റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇത് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 എന്താണ്, നമ്മൾക്ക് ജോലി കിട്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു സംഭവമാണ്. അതായത് ജോലി എന്ന് പറയുന്നത് കോടതിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ജോലിയാണ്. ഒരു പൗരനെ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ കോടതി അദ്ദേഹം തെറ്റുകാരനാണ്, ഇപ്പോൾ 3 വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു തെറ്റാണ് ചെയ്തത്. പക്ഷെ 3 വർഷം ജയിലിൽ കിടക്കുന്നതിന് പകരം ഈ ഒരു പ്രൊബേഷൻ ഓഫീസറിനോട് അദ്ദേഹത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, ഫാമിലി ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല നടത്തിപ്പിന് പുറത്തേക്ക് വിടാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പറയും. അപ്പോൾ കോടതി അത് ആവശ്യപ്പെടുന്നത് ഈ പ്രൊബേഷൻ ഓഫീസറോടാണ്. അദ്ദേഹം പോകുന്നു, ഈ വ്യക്തിയെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി, സോഷ്യൽ, എക്കോണമിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പ്രൊബേഷൻ നൽകുന്നു കോടതി. ഇനി പ്രൊബേഷൻ നൽകിക്കഴിഞ്ഞാൽ, ആ വ്യക്തിയെ പ്രൊബേഷൻ നൽകിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള എല്ലാ ഫോളോ അപ്പും ഈ ഒരു പ്രൊബേഷൻ ഓഫീസർ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഫോളോ അപ്പ് മീൻസ് അദ്ദേഹം പിന്നെ എന്താണ് ചെയ്യുന്നത്, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടോ, അദ്ദേഹത്തിന് ജോലി കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ അപ്പ് നടത്തുക എന്ന് പറയുന്നതും ഈ ഒരു പ്രൊബേഷൻ ഓഫീസറിൻ്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്നു. ശരിക്കും അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ള ജില്ലകൾ എടുക്കുകയാണ്, ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 4 പ്രൊബേഷൻ ഓഫീസേഴ്സിനെയൊക്കെ കാണാൻ കഴിയുന്നതുമാണ്. ചെറിയ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഒരു പ്രൊബേഷൻ ഓഫീസറിനെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നതും. ഇതാണ് പ്രൊബേഷൻ ഓഫീസറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് പഠിച്ചവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു എക്സാം കൂടിയാണ്. ശരിക്കും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു സോഷ്യൽ വർക്ക്, സോഷ്യോളജി. ഇവർക്കൊക്കെ അവർ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോലി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതും വളരെ അടിപൊളി ഒരു ജോലിയാണ്, അല്ലേ? നമുക്ക് അതൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് 29/12/2023 ഗസറ്റ് വിജ്ഞാപന പ്രകാരം PSCയുടെ സൈറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. നമുക്ക് ജനുവരി 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 43,400 മുതൽ 91,200 വരെയാണ് സാലറി സ്കെയിൽ പോകുന്നത്. അത്യാവശ്യം അടിപൊളി ഒരു സാലറി സ്കെയിലാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്യാവശ്യം കുറച്ച് നാൾ കഴിഞ്ഞു എക്സാം, ഒരു പഴയ ലിസ്റ്റിന് നല്ലൊരു കാലാവധിക്ക് ശേഷമാണ് ഒരു ഡിക്ലറേഷൻ വരുന്നത്.
അത്യാവശ്യം പഠിച്ചത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വേക്കൻസി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി OBC, SC, ST തുടങ്ങിയ വ്യക്തികൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 2/1/1987-നും 1/1/2005-നും ഈ 2 തീയതിയിൽ പെട്ടവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അതായത് 2/1/1987 ജനിച്ചവർക്കും 1/1/2005 ജനിച്ചവർക്കും അവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന തീയതിയിലാണ്. ഇനി അടുത്തത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഡിഗ്രി ഇൻ സോഷ്യോളജി ബിരുദമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെ ബിരുദക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയും? സോഷ്യോളജിക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയും, സോഷ്യൽ വർക്കുകാർക്ക് കഴിയും, സോഷ്യൽ സയൻസുകാർക്കും അപേക്ഷിക്കാൻ കഴിയും. സോഷ്യോളജി, സോഷ്യൽ വർക്ക് ഓർ സോഷ്യൽ സയൻസ്. ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഡൗട്ട്, ഈ സോഷ്യൽ സയൻസ് ബിരുദധാരികൾ എന്ന് പറയുമ്പോൾ BA പഠിച്ചിട്ടുള്ളവർ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ആന്ത്രോപോളജി, ഫിലോസഫി, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇങ്ങനെ ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾ, സോഷ്യൽ സയൻസ് അവർ പെടുന്നില്ലേ? അവർക്ക് ഇക്വാലൻസി ഉപയോഗിച്ചുകൊണ്ട് PSCയുടെ സൈറ്റിൽ പ്രൊബേഷൻ ഓഫീസർ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. അതുകൂടി ഒന്ന് നോക്കുക. പലരും വിട്ടുപോകുന്നു, സോഷ്യൽ സയൻസുകാർ പലരും അപേക്ഷിക്കാതെ പോകുന്ന ഒരു തസ്തിക കൂടിയാണ്. കാരണം എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണ്. അല്ല, സോഷ്യൽ സയൻസുകാർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എൻട്രിയിൽ പ്രൊബേഷൻ ഓഫീസറിൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 120 ദിവസം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ കഴിയും. ഏകദേശം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഈ ഒരു എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് 120 ദിവസം കൊണ്ട് തന്നെ ഇത് പഠിച്ച് സോഷ്യൽ സയൻസ് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെയായിരുന്നു സിലബസ് ക്രമീകരിക്കപ്പെട്ടത്. പഴയ സിലബസ് നമ്മൾ നോക്കുമ്പോൾ, അതായത് ലാസ്റ്റ് എക്സാം 2019 നടന്നത്. അത് പ്രകാരം 3 ആയിട്ടാണ് സിലബസിനെ ഡിവൈഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ HSSTയുടെ സിലബസ് പോലെ തന്നെ ജനറൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. ജനറൽ നോളജ്, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം, കറണ്ട് അവേഴ്സ്, റിനേസൻസ് ഇൻ കേരള, നവോത്ഥാനം, ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആ കാര്യം ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡെപ്തായിട്ട് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷത, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം, നവോത്ഥാനം, എഫോർട്ട് ടു റിഫോം ദ സൊസൈറ്റി, വിമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ലീഡേഴ്സ് ഓഫ് നേഷൻസ്, ലിറ്ററസി ഫിഗർ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. പാർട്ട് 2 സോഷ്യോളജിയാണ്. പാർട്ട് 2 സോഷ്യോളജി പ്രധാനമായിട്ടും ആ പഴയ സിലബസ് പ്രകാരം, പുതിയ സിലബസ് ഇല്ല, എന്തായാലും ഈ സിലബസ് തന്നെയായിരിക്കും. മീനിങ്, സ്കോപ്പ്, ഡെഫിനിഷൻ സോഷ്യോളജിയുടേത്, സൊസൈറ്റി, കൾച്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച്, മെത്തേഡ് ഇൻ സോഷ്യൽ റിസർച്ച്, സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, അതാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പാർട്ടായിട്ട് സോഷ്യൽ വർക്കിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മീനിങ്, സ്കോപ്പ്, ഡെഫിനിഷൻ, വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ്, വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, സോഷ്യൽ വർക്ക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സോഷ്യോളജി, സോഷ്യൽ വർക്ക് എടുത്ത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ GK ടോപ്പിക്ക് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 773 604 91 11 എന്നുള്ള നമ്പറുമായിട്ടോ അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷ എഴുതാൻ കഴിയട്ടെ. കാരണം സോഷ്യോളജി, സോഷ്യൽ വർക്കുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു മേഖലയാണ് പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചൊരു മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് എൻട്രിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.